കുസാറ്റ് തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ദിവസം SFI വലിയ വിജയം നേടിയിരുന്നു. ഇതിനെ തുടർന്ന് ക്യാമ്പസിൽ വലിയ അക്രമങ്ങൾക്ക് SFI നേതൃത്വം കൊടുക്കുകയാണെന്നാണ് KSU ആരോപിക്കുന്നത്. ഇന്നലെ ക്യാമ്പസിൽ KSU പ്രവർത്തകർക്ക് നേരെ SFI അക്രമം അഴിച്ചുവിട്ടെന്നും അതിനെ തുടർന്ന് ഇന്ന് പഠിപ്പ് മുടക്ക് സമരം നടത്തുകയാണ് KSU. എന്താണ് യഥാർത്ഥത്തിൽ ഇന്നലെ സംഭവിച്ചത്? ഇന്നലെ സംഭവിച്ചത്രേ ഉള്ളൂ. ഒന്നാമത്തെ കാര്യം SFI വലിയ വിജയമൊന്നും ഇവിടെ നേടിയെടുത്തിട്ടില്ല. സെമസ്റ്റർ എക്സാമിന് ഇടയിൽ കൊണ്ട് ഇവർ SFIക്ക് ഇലക്ഷൻ ജയിക്കാൻ ഒരു സാധ്യതയില്ലാതെ മനസ്സിലായി. എക്സാമിനിടയിൽ വിദ്യാർത്ഥികൾ ഇല്ലാത്ത സമയത്തുണ്ട് ഇലക്ഷൻ വെച്ച് ആ ഒരു രീതിയിൽ നേരിയ മാർജിനാണ് SFI ജയിച്ചു പോയത്. ഇനി ഇക്കൊല്ലം തന്നെ വീണ്ടും ഇലക്ഷൻ വരും. അതിൽ SFIയിൽ എന്തായാലും പിള്ളേർ തൂക്കിയെടുത്ത് പുറത്ത് കളയും. അപ്പോൾ ഇത് കൃത്യമായിട്ട് SFIക്ക് അറിയാം. SFI കഴിഞ്ഞതിന് മുന്നത്തെ 33 കൊല്ലം ഈ ക്യാമ്പസിൽ സ്ഥിരം വിദ്യാർത്ഥികളെ ആക്രമിക്കുകയും ഇടിക്കുകയും ഈ ക്യാമ്പസിലടക്കം ഇടിമുറികൾ ഉണ്ടായിട്ടായിരുന്നു. ഈ ക്യാമ്പസിൽ SFIയുടെ റാഗിങ് ഉണ്ടായിട്ടുണ്ട്. ഇതിനെ ചെറുത്ത് നിർത്തിയതെന്നും സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗിലെ വിദ്യാർത്ഥികളാണ് ആദ്യം മുതലേ ചെറുത്ത് തരുന്നത്. അതുകൊണ്ട് അന്ന് മുതലേ ഈ വിദ്യാർത്ഥികൾ താമസിച്ച സഹാറ ഹോസ്റ്റലും വർഷങ്ങളായിട്ട് ഇലക്ഷൻ കഴിഞ്ഞ് SFI ജയിക്കുന്നന്ന് അവിടെ പോയിട്ട് ഇവർ തല്ലുകയും ഇവരുടെ വാഹനങ്ങൾ നശിപ്പിക്കുകയും പുറത്തിട്ടിടിക്കുകയും പുറത്തുനിന്ന് ആൾക്കാർ വരെ വരുന്ന ഇവരെ തല്ലിയാണ് ഉണ്ടായത്. കഴിഞ്ഞൊരു കൊല്ലം KSU യൂണിയൻ കയറിയിട്ട് ഈ ക്യാമ്പസിൽ ഒരടി പോലും ഉണ്ടായിട്ടില്ല. KSU അതിനെ അനുവദിച്ചിട്ടുമില്ല, KSU അതിന് നേതൃത്വം കൊടുത്തിട്ടുമില്ല. ഇപ്പോൾ വീണ്ടും യൂണിവേഴ്സിറ്റി രജിസ്ട്രാറിൻ്റെയും ബാക്കി ആൾക്കാരുടെ സഹായത്തോടെ SFI തിരിച്ച് യൂണിയനിൽ കയറി സത്യപ്രതിജ്ഞ നടത്തിയ അന്ന് തന്നെ ഇവരുടെ യൂണിറ്റ് സെക്രട്ടറി, യൂണിറ്റ് പ്രസിഡന്റ്, യൂണിറ്റ് ഭാരവാഹികളും സത്യപ്രതിജ്ഞ ചെയ്ത യൂണിയൻ ഭാരവാഹികളടക്കം മദ്യപിച്ചും മറ്റ് ലഹരികൾ ഉപയോഗിച്ചും ഈ ക്യാമ്പസ് മൊത്തം വിദ്യാർത്ഥികളെ വിരളി കൊണ്ട് തെരഞ്ഞു നടന്ന് ലാസ്റ്റ് ഇവിടെ അടുത്തൊരു ചായക്കടയിൽ പാവപ്പെട്ട 2 വിദ്യാർത്ഥികൾ, സെക്കൻഡ് ഇയർ പയ്യനും ഒരു ഫോർത്ത് ഇയർ പയ്യനും, ഇവർ രണ്ടുപേരും ചായ കുടിക്കുമ്പോൾ ഒരു 10-15 പേർ ചേർന്ന് ഇവന്മാരെ വട്ടവിട്ട് നിലത്തിട്ട് ചവിട്ടേണ്ടായത്. ഇത് കണ്ട് അവിടെ തടയാനെത്തിയ 3 വിദ്യാർത്ഥികളുണ്ട്. അതിലൊരാൾ KSUവിൻ്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് അസ്ലം മജീദാണ്. അവൻ്റെ തലയിൽ കല്ല് വെച്ച് തലയ്ക്കടിച്ച് അവനിപ്പോൾ തലയിൽ സ്റ്റിച്ചാണ്. അവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളും അടിച്ച് നശിപ്പിച്ചു. വീണ്ടും കുറേ വിദ്യാർത്ഥികൾ ഇവന്മാരെ ആക്രമിച്ചിട്ട് 5-6 പേര് ആശുപത്രിയിലാണ്. ഇതാണ് ഇപ്പോൾ ഇന്നലെ നടന്ന സംഭവം. ഈ അക്രമത്തിന് നേതൃത്വം കൊടുത്തവർ ഇപ്പോൾ ക്യാമ്പസിനകത്തുണ്ടോ? അക്രമത്തിന് നേതൃത്വം കൊടുത്തവർ ഇപ്പോൾ നിലവിൽ ഒളിവിലാണെന്നാണ് അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് ഇവന്മാർ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ആക്രമിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥിനെ എത്തിച്ച മറ്റൊരു വിദ്യാർത്ഥിയെ മുൻ യൂണിയൻ മെമ്പർ കൂടെ റിൻഷാൻ എന്ന ഒരു സ്റ്റുഡൻറ്റ് ഇവൻ അവിടെ വെച്ചും കയറി പോലീസുകാർ കാണിക്കെ ആക്രമിക്കുകയുണ്ടായത്. മെഡിക്കൽ കോളേജിന് മുന്നിൽ കാഷ്വാലിറ്റിയുടെ മുന്നിലിട്ട് ആക്രമിക്കാനുണ്ട്. ആരാണ് മർദ്ദിച്ചതാരാണ്? അത് റിൻഷാൻ എന്ന് പറഞ്ഞ മുൻ യൂണിയൻ മെമ്പറായിരുന്നു, SFIയിൽ ഉണ്ടായിരുന്ന യൂണിയൻ മെമ്പറായിരുന്നു. അയാൾ ഒറ്റയ്ക്കാണോ മർദ്ദിച്ചത്? അല്ലല്ല, അദ്ദേഹത്തിന് കൂടെ ഒരു വലിയ സംഘം ഉണ്ടായിരുന്നു. പക്ഷെ ആക്രമിച്ചത് ആശുപത്രിയിൽ വെച്ച് ഇദ്ദേഹമാണ്. പക്ഷേ ഇവിടെ വെച്ച് ഉണ്ടായപ്പോൾ ഈ റിൻഷാൻ അടക്കം യൂണിയൻ സെക്രട്ടറി പീയൂഷ്, യൂണിറ്റ് പ്രസിഡന്റ് മൂസിൻ, രോഹിത്, ഇങ്ങനെ എല്ലാം കൂടെ ഒരു 10-15 പേരാണ് ഇവിടെ വെച്ച് ആക്രമിച്ചത്. ഇപ്പോൾ യൂണിയൻ ഭരണം കിട്ടിയതിനെ തുടർന്ന് SFI KSUവിനെതിരെ വലിയ അക്രമങ്ങൾ നടത്തുകയാണെന്നാണ് KSU ആരോപിക്കുന്നത്. കുസാറ്റിൽ നിന്നും റിപ്പോർട്ടർ റാംഷാ CP, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.